ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാന്തനമേശു വെളിപ്പെടാറായി, കാന്തയം സഭയെ ചേർത്തിടാറായി. കാന്തനമേശു വെളിപ്പെടാറായി, കാന്തയം സഭയെ ചേർത്തിടാറായി. ദീപങ്ങൾ തെളിക്കാമുണർന്നിടാം, കാന്തനമേശുവെ എതിരേൽപ്പാൻ. ദീപങ്ങൾ തെളിക്കാമുണർന്നിടാം, കാന്തനമേശുവെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ പാടാം, ആരാധിച്ചിടാം, അല്ലലെല്ലാം തീരക്കാലമായി. ഹല്ലേലൂയ പാടാം, ആരാധിച്ചിടാം, അല്ലലെല്ലാം തീരക്കാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് ശേഷം 21 അധ്യായത്തിൻ്റെ 17 വാക്യം നമുക്ക് വായിച്ചു. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകയില്ല താനും. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളൊരു വാക്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്കതൊരു ചിന്താകുഴപ്പമായിരുന്നു. ഈ കർത്താവിൻ്റെ പിന്നാലെ പോയാൽ എല്ലാവരും പകയ്ക്കും. അതെന്തൊരു ജീവിതമാണ്. യേശുക്രിസ്തുവിടെ പറഞ്ഞാണ്, എൻ്റെ നാമത്വമൊത്ത് എല്ലാവരും നിങ്ങളെ പകയ്ക്കും. നീ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷം 14 അധ്യായത്തിൻ്റെ 25-26. ഏറിയ പുരുഷാർ അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. സാധാരണ മനുഷ്യരുണ്ട്, ശിഷ്യന്മാരുണ്ട്. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്, എനിക്ക് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കണോ അതോ ശിഷ്യനായിട്ട് ജീവിക്കണോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനേകരുടെ നടുവിൽ നിന്നാണ് 12 ശിഷ്യന്മാരെ വിളിച്ചു വേർതിരിച്ചത്. അവരെ കൊണ്ട് തൻ്റെ വേല ചെയ്യിക്കാനാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ യേശു ചെയ്യുന്ന അതേ വേല അതിനേക്കാൾ ശക്തിയോടെ ചെയ്യാൻ വേണ്ടിയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ശിഷ്യത്വം വളരെ വിലയുള്ള കാര്യമാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അല്ല, എനിക്ക് പലപ്പോഴും സംശയമുണ്ട്. പലരുടെയും ജീവിതം കാണുമ്പോൾ എനിക്ക് അങ്ങ് തോന്നാറുണ്ട്, ഒരു ശിഷ്യത്വം തന്നെത്താൻ സ്വീകരിച്ചവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ എത്ര പേരുണ്ട് ശിഷ്യത്വം സ്വീകരിച്ചവർ? അത് വേറെ ഒന്നിനും വേണ്ടിയില്ല, ആരെയും കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല, പറഞ്ഞു നടക്കാനുമല്ല. എന്നെ വിളിച്ചത്, എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളി ശിഷ്യത്വമാണ്. ഒരു താണ നിലവാരത്തിലേക്ക് ദൈവം ഒരിക്കലും മനുഷ്യനെ വിളിക്കില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം, നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അവിടെ പൂർണ്ണതയാണ് പറയുന്നത്, എന്നെ സ്നേഹിക്കാമെന്നല്ല പറഞ്ഞത്. പൂർണ്ണതയാണ്. മനുഷ്യൻ്റെ സ്നേഹം പൂർണ്ണതയോട് അനുഭവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്നേഹം 100% ദൈവത്തിന് വേണം. ദൈവം തന്നെ 100% സ്നേഹം എനിക്ക് തരാനും മനസ്സാണ്. ഈ വിട്ടുപിരിയാൻ വയ്യാത്ത ബന്ധത്തിൽ നിന്നാൽ മാത്രമേ പിശാചിന് എന്നിൽ കയറാതിരിക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയ സത്യം. ഞാൻ അവസാനമാണ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്.
ഈ വിട്ടുപിരിയാൻ വയ്യാത്ത ബന്ധം, മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ പിശാചിന് അങ്ങോട്ട് കയറാതിരിക്കാൻ പറ്റുള്ളൂ. അല്ലെ പിശാച് തട്ടിക്കളയും. എങ്ങനെയായാലും ഒരല്പം വെളിച്ചത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും വീടുപോകും. നമ്മളറിയാം, നമ്മുടെ കൂട്ടായ്മയിൽ പലർക്കും അറിയാം, ഈ പിന്മാറ്റം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അനേകർക്ക് ദൈവസ്നേഹം കിട്ടിയവരാണ്, അവർ ആദ്യ സ്നേഹം കിട്ടിയവരാണ്, ആത്മാവിൽ സ്തുതിച്ചവരാണ്, അവരെ മുട്ടുമേൽ നിന്ന് മണിക്കൂറുകൾ പോരാടിയവരാണ്, വേദവസ്തു ഇങ്ങനെ താളുകൾ മറിക്കാൻ പോലും നേരമില്ലാത്ത രീതിയിൽ ആസ്വദിച്ചവരാണ്, തേനിലും തെൻകട്ടയുമായിട്ട് ആസ്വദിച്ചവരാണ്, സാക്ഷ്യം പറഞ്ഞവരാണ്, വേല ചെയ്തവരാണ്, ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷിക്കാൻ യാതൊരു ലജ്ജയുമില്ലാത്തവരാണ്. ഒരു നല്ല കാലം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും പിന്മാറിപ്പോകുന്നു? അതെന്താ കാര്യം? രഹസ്യം എന്താണ്? പ്രിയപ്പെട്ടവർ, ഈ ആദ്യ സ്നേഹം തരുന്നത് എന്തിനാണ് ചോദിച്ചാൽ, ഒരു ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല. അനേകർ പറയുന്നത് ദൈവമില്ലെന്നൊക്കെ പറയും. അവർ പറയട്ടെ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ദൈവം ഒരു ബോധ്യം തന്നു, ഒരു ദൈവമുണ്ട്, സ്നേഹവാനായ ഒരു ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ഞാൻ പാപത്തിൽ കഴിഞ്ഞെങ്കിലും ദൈവത്തിന് വിരുദ്ധനായി ജീവിച്ചെങ്കിലും സാത്താൻ ഇടം കൊടുത്ത് ജീവിച്ചെങ്കിലും എന്നെ സ്നേഹിക്കുകയും മാനിക്കുകയും കരുതുന്ന ഒരു ദൈവമുണ്ട്. ആഴക്കുഴിയിലേക്കും കൊഴിഞ്ഞ ചേറ്റിലേക്കും തൻ്റെ പരിശുദ്ധ കരം നീട്ടി പൊക്കിയെടുത്ത് ഉറപ്പുള്ള പാറമേൽ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നാവിൽ സ്തുതി തരുന്ന ഒരു ദൈവമുണ്ട്. സത്യമാണ് പ്രിയപ്പെട്ടവരെ, ഇത് ഇരുളും വെളിച്ചം പോലുള്ളൊരു വ്യത്യാസമാണ് മനുഷ്യൻ മാനസാന്തരപ്പെടുമ്പോൾ. മാനസാന്തരപ്പെടുന്ന മനുഷ്യൻ ആളുകൾ ഈ ഭൂമിയിലെ വേണ്ടാധീനത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ഒറ്റ തീരുമാനം കൊണ്ട് അവൻ ആള് മാറുന്നു കാണുമ്പോൾ ഇത് ആര് തന്നു? മനുഷ്യൻ്റെ യജ്ഞമാണോ? അല്ല, ഒരു ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കാത്തൊരു ദൈവമുണ്ട്, എന്നെ മാനിച്ച് തൻ്റെ കൃപ എൻ്റെ മേൽ പകരാൻ കൊതിക്കുന്ന ദൈവമുണ്ട്, അല്ല എൻ്റെ ഹൃദയത്തിൽ വന്ന് പാർക്കാൻ കൊതിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ സ്നേഹം 100% ആഗ്രഹിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ശിഷ്യനാകണമെങ്കിൽ നിന്റെ ജഡിക ബന്ധങ്ങളെല്ലാം വെറുത്തേ പറ്റുള്ളൂ. പകയ്ക്കണം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കണമെന്നല്ല, അവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കണം. നിനക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവരാരും നിൻ്റെ ആത്മാവിന് വേണ്ടി ഒന്നും ചെയ്തവരല്ല. അവിടെയാണ് വ്യത്യാസം. അവരൊക്കെയും അവരുടെ സ്വാധീനം നിൻ്റെ മേൽ വന്നാൽ നീ എന്നെ ഇട്ടിട്ട് പോവും, സംശയമൊന്നുമില്ല. അതാ ജഡസ്നേഹത്തിനൊരു പ്രത്യേകതയുള്ളത്. ജഡികമായ സ്നേഹത്തിൻ്റെ പ്രത്യേകത അവിടെയാണ്. ജഡസ്നേഹം വരുമ്പോൾ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മൾ പിന്മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. എവിടെ നോക്കിയാൽ, വേദവസ്തം മുഴുവൻ നോക്കിയാൽ അറിയാം, എത്രയോ പേര് തകർന്നു പോയത് ഈ ജഡസ്നേഹത്തിലാണ്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആത്മാവിൻ്റെ സന്തോഷവും സുഖവും എന്ന് പറയുന്ന, സ്നേഹം എന്ന് പറയുന്നത് ആസ്വദിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതിന് കുറേ കഷ്ടപ്പാടുണ്ട്, കുറേ ത്യാഗങ്ങളുണ്ട്, കുറേ കാത്തിരിപ്പുണ്ട്, സകലതും വിട്ടുപിരിഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ പറയുന്ന കർത്താവ് പറയുന്നു, നിനക്ക് കുടുംബത്തിൽ നിനക്ക് വേണ്ടപ്പെട്ടവരുണ്ടെങ്കിലും ഭാര്യയും മക്കളും ഒക്കെ എല്ലാം ഉണ്ടെങ്കിലും ആ സ്നേഹത്തേക്കാൾ വലുതാണ് എൻ്റെ സ്നേഹം. ഞാൻ നിനക്ക് ജീവൻ തന്നാണ് നിന്നെ സ്നേഹിച്ചത്. ഭൂമിയിലാരും നിനക്ക് വേണ്ടി ജീവൻ തരികയില്ല. ഭൂമിയിലാരും നിൻ്റെ പാപം ക്ഷമിച്ചു തരികയില്ല. ഭൂമിയിലാരും നിനക്ക് നിത്യം തരികയില്ല. ഭൂമിയിലാരും നിനക്ക് സമാധാനം തരികയില്ല. ഭൂമിയിലാർക്കും നിനക്ക് സ്വസ്ഥത തരികയില്ല. ഭൂമിയിലാർക്കും നിനക്ക് സംതൃപ്തിയുള്ള ജീവിതം തരികയില്ല. ആത്മാവിൽ പറക്കാൻ ആർക്കും സാധിപ്പിച്ചു. അതുകൊണ്ടാണ് ഭൂമിയിലുള്ള ബന്ധങ്ങൾ നിന്നെ ഒരിക്കലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ പാടില്ല. അതാണ് ഈ പകയ്ക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വെറുക്കുക അല്ല. പകയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തുക, സൈഡ് ട്രാക്ക് ചെയ്തിട്ട് എങ്കിലേക്ക് നീ നോക്കുക. അല്പകാലം നീ ഭൂമി ജീവിക്കും, ശരിയാണ്. അല്പകാലം ഭാര്യ, അല്പകാലം അപ്പൻ, അല്പകാലം അമ്മ, അല്പകാലം സഹോദരി സഹോദരന്മാർ, അല്പകാല ബന്ധങ്ങൾ, അല്പകാല ജോലി, അല്പകാല സ്വത്തുക്കൾ. ഇതിലേക്കൊന്നും നിൻ്റെ സ്നേഹം പോകരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അത് തിരിച്ചറിയാനൊരു വിവേകമൊക്കെ വേണം, പരിജ്ഞാനം വേണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഈ പകയ്ക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. സകലവും വിട്ടാൽ മാത്രമേ എന്നോടുള്ള സ്നേഹമായിരിക്കണം നിൻ്റെ കണ്ണിന് മുമ്പിൽ ഏറ്റവും വലുത്. കാരണം ഏറ്റവും വലുത് ഞാനാണ് നിനക്ക് ചെയ്തു തന്നത്. എൻ്റെ ജീവൻ പോലും കളഞ്ഞ് ഞാൻ നിന്നെ സ്നേഹിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ ത്രസിക്കാറുണ്ട്. ഞാൻ ആരായിരുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ ഇങ്ങനെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യകാലത്ത് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം എനിക്ക്
അല്പം പോലും ലജ്ജയില്ലാതെ ഞാൻ തുറന്നേറ്റ് പറഞ്ഞൊരു മനുഷ്യനാണ്. അവരെന്ത് ചിന്തിക്കുമെന്ന് ഞാൻ നോക്കിയില്ല. അത് അത്യാവശ്യമാണെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എത്ര പേർക്കത് പറയാൻ പറ്റും? പറയണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നടന്നു പോയ കാര്യങ്ങൾ ദൈവത്തോടെങ്കിലും ഏറ്റു പറയാൻ പറ്റുമോ? കർത്താവേ, ഞാൻ ഇതാണ്, എൻ്റെ സ്റ്റഫ് ഇതാണ്, എനിക്ക് വലിയൊരു മാറ്റം വന്നില്ല, ഞാൻ വീണ്ടും പഴുതിലേക്ക് പോകും. പഴുതിലേക്ക് പോകാതെ വേണം എന്നെ മാറ്റിമറിക്കാൻ നിൻ്റെ സ്നേഹം എൻ്റെ മേൽ ഇടിച്ചിറങ്ങി വരണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശിഷ്യനാകണമെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരെയും പകയ്ക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്താണ് യേശുവിനെ പകയ്ക്കാനുള്ള കാരണം? കർത്താവ് പറഞ്ഞു, എൻ്റെ നാമം എല്ലാവരും നിങ്ങളെ എന്താ യേശുവിനെ പകയ്ക്കാനുള്ള കാരണം എന്താ? യേശു നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. യേശു സൗഖ്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. യേശു അനുഗ്രഹിച്ചിട്ടുള്ളതേ ഉള്ളൂ. യേശു മരണത്തെ മാറ്റിയതേ ഉള്ളൂ. യേശു അനുഗ്രഹമല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ വളരെ ചുരുക്കം പേര് മാത്രം യേശുവിനോട് ഒരു നന്ദിയും കടപ്പാടും വന്നു. അത് അവർക്ക് സൗഖ്യം കിട്ടിയത് കൊണ്ടാണ്, കുടുംബത്തിലെ മരണം മാറ്റിയത് കൊണ്ടാണ്, അവരുടെ കുഷ്ഠം മാറ്റിയത് കൊണ്ടാണ്, അവരുടെ രോഗം മാറ്റിയത് കൊണ്ടാണ് ഒരു നന്ദിയും കടപ്പാടൊക്കെ വന്നെന്നിരിക്കാം. പക്ഷെ അത് ആത്മാവിൻ്റെ സൗഖ്യമാണെന്ന് ചിന്തിക്കാൻ പാടില്ല. എന്താണ് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, യേശുവിനെ പകയ്ക്കാൻ കാരണം എന്താണ്? ദൈവത്തിന് സ്തോത്രം. വളരെ ചുരുക്കം പേർ മാത്രം എന്നെ സ്നേഹിച്ചുള്ളൂ. എൻ്റെ ഒന്നാമത്തെ കാര്യം അവിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അവിശ്വാസം എക്കാലത്തും മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവിശ്വാസമാണ്. പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു, നിത്യജീവൻ തരാനാണ്, ബന്ധനം അഴിക്കാനാണ്, അവന് സമാധാനം കൊടുക്കാനാണ്, അവന് സ്വാതന്ത്ര്യം കൊടുക്കാനാണ്, അവനെ ദൈവകരങ്ങളിലാക്കാൻ വേണം, അവൻ്റെ നെറ്റിമേൽ യഹോവയ്ക്ക് വിശുദ്ധൻ എന്നുള്ള പേരൊട്ടിക്കാൻ വേണ്ടിയാണ്, നിത്യജീവൻ്റെ അവകാശം എന്ന് കൊടുക്കാനാണ്, ആത്മാവുള്ളവനാക്കി നിർത്താനാണ്, രൂപാന്തരപ്പെട്ടവനായി നിർത്താനാണ്, അവനെക്കൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യിക്കാനാണ്, ദൈവം ചെയ്ത അതേ വേല അവനെ കൊണ്ട് ചെയ്യിക്കാനാണ്. പക്ഷേ ദൈവത്തിൻ്റെ രക്ഷാകാര്യ പരിപാടിയെ മനുഷ്യൻ അവിശ്വസിച്ചു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അവിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം, ദൈവത്തിന് സ്തോത്രം, ഈ യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റണില്ല. 2000 കൊല്ലത്തിനു മുമ്പ് യേശുക്രിസ്തു മരിച്ചത് എൻ്റെ പാപത്തിന് പരിഹാരമാകുമെന്ന് ബുദ്ധി ചിന്തിച്ചാൽ മനസ്സിലാവുമോ? ബുദ്ധിയാണ്, ലോകപരിജ്ഞാനമാണ്. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കും തോന്നരുത്. ലോകത്തിൻ്റെ പിന്നാലെ പോയി ബുദ്ധിജീവികളൊക്കെയും ബഹുഭൂരിപക്ഷം ബുദ്ധിജീവികളും ദൈവമില്ലെന്ന് പറയുന്നവരാ. എൻ്റെ അനുഭവമാണ് കേട്ടോ. ബുദ്ധിജീവികൾ അവർ ലോകത്തിൻ്റെ ഉന്നതമായ നിലവാരത്തിലേക്ക് പോയി ഏറെ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ദൈവമില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു വിശ്വാസം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവം, വേദപുസ്തകത്തിനകത്ത് ആളുകൾ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തു എൻ്റേതാണെന്ന് പറയുവാൻ, എൻ്റെ രക്ഷകനാണെന്ന് പറയുവാൻ, എനിക്ക് വേണ്ടി പടഞ്ഞു മരിച്ചവനാണെന്ന് അറിയാൻ, എന്നെ സ്വർഗത്തിലെത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണെന്ന് അറിയാൻ, എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ഹൃദയത്തെ താമസിക്കാൻ കൊതിക്കുന്നവനാണെന്ന് അറിയാൻ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഈ വിശ്വാസമില്ലാതെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഭൂമി അല്ല എൻ്റെ വിഷയം. അല്പകാലം ശുദ്ധീകരണത്തിന് വേണ്ടി തന്നിരിക്കുന്നതാണ്. മരുഭൂമി വാസം പോലെ ഇസ്രായേൽ ജനങ്ങളും ഇസ്രായേലിൽ ഇറങ്ങിപ്പോന്നപ്പോൾ അവർക്ക് 40 കൊല്ലം ഈ ഭൂമിയിലെ ഒരു വരണ്ട കാലാവസ്ഥ കൊടുത്തത് അവരെ തന്നെ തിരിച്ചറിയാനാണ്. അവരുടെ വാസ്തവത്തിലുള്ള സാക്ഷാൽ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് പിറുപിറുക്കുകയും പരാതി പറയുകയും കോപിക്കുകയും ദേഷ്യപ്പെടുകയും അശുദ്ധിയുടെ പിന്നാലെ പോവുകയും ചെയ്യുന്ന പച്ച മനുഷ്യൻ, മിസ്രൈമ കൾച്ചറുള്ള മനുഷ്യൻ. സത്യമാണ് പറയപ്പെട്ടവരെ, ഈ ഭൂമി ജീവിക്കാൻ നമുക്കൊക്കെയും മിസ്രൈമ കൾച്ചറാണ്. പിശാചിൻ്റെ ഉരുക്കുമുഷ്ടി കടന്നവരാണ് നമ്മളൊക്കെയും. പക്ഷേ അങ്ങനെയുള്ള മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രിയ മക്കളാക്കി തീർക്കാൻ ദൈവം കൊതിക്കുന്നു. ആ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, പിതാവായ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. ഞാൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ എന്തായാലും അതൊന്നും കണക്കിടാതെ എൻ്റെ ദൈവത്തിന് സ്തോത്രനെ മാറ്റിമറിക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം, കൃപ തരാൻ കൊതിക്കുന്ന ഒരു ദൈവം, എൻ്റെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കാൻ കൊതിക്കുന്ന ദൈവം, ആ യേശു ക്രിസ്തുള്ള വിശ്വാസം, പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവുള്ള വിശ്വാസം ഇല്ല. രണ്ടാമത്തെ കാര്യം എന്നാ ചോദിച്ചാൽ, ലോകത്തിൻ്റെ സ്വാധീനം. ഞാൻ പലപ്പോഴും പറയും, അബ്രഹാമിൻ്റെ കൂടെ ജീവിച്ചവനാണ് ലോത്ത്. ഒരു കുറവും ഉണ്ടായിരുന്നില്ല, എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ കൂടെയാണ്. ഒരു ദൈവപുരുഷൻ്റെ കൂടെ കഴിയുന്ന ലോത്ത് എന്തിനാ അബ്രഹാമിനെ വിട്ടു പോയത്?
നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാനെന്ന് പറഞ്ഞ വ്യക്തി, എൻ്റെ ലാക്ക് എന്താണ്, ലക്ഷ്യം എന്താണ്? ആത്മീയമായിട്ട് മുന്നോട്ട് പോകാനാണോ? അതിന് തടസ്സങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം വെട്ടിയെറിഞ്ഞ് കളയാനാണോ? എന്നെ പുറകോട്ട് വലിക്കുന്ന എന്തെല്ലാം കാര്യം കൊണ്ടെങ്കിലും ഞാനത് മുറിച്ച് കളയാനാണോ? അതോ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലാക്ക് ലക്ഷ്യം? ലോകം എത്രമാത്രം എന്നെ സ്വാധീനിക്കുന്നുണ്ട്? ലോകത്തിൻ്റെ കാര്യങ്ങൾ എത്രമാത്രം എന്നെ വശീകരിക്കുന്നുണ്ട്? ലോകത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ഹൃദയം വാടുന്നുണ്ടോ? ലോകത്തിൻ്റെ വിഷയങ്ങൾ എന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ? എനിക്കെൻ്റെ ആകുലങ്ങൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ വേദനകൾ എന്താണ്? പ്രിയരെ, ഈ ലോകത്തെ കഷ്ടതയില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കഷ്ടത കാണും, പക്ഷെ അതിനൊക്കെ അതിജീവിക്കാനുള്ള കൃപ ദൈവം തരും. ഇന്ന് അനേകരെ പല വിഷയങ്ങളിൽ ഭാരപ്പെട്ട് കിടക്കുകയാണ്. പുറമെ എന്തൊക്കെ പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ ആ വിഷം കിടന്ന് എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സ്തോത്രം, ദൈവത്തുള്ള പരാതിയായിട്ടത് പോകുന്നുള്ള കാര്യം അനേകർ അറിയുന്നില്ല. എൻ്റെ ദൈവത്തിന് ഒരു തീരാ രോഗമുണ്ടെന്നിരിക്കട്ടെ, വേദനയല്ലേ, സങ്കടമാണ്. വളർച്ചയില്ലാത്ത മക്കളുണ്ടെന്നിരിക്കട്ടെ, വേദനയല്ലേ, എന്നും കാണുക, അത് എന്നും കാണുകയാണ് പ്രശ്നം. മക്കളില്ലാത്തവരുണ്ട്, എന്നും കണ്ടുകൊണ്ടിരിക്കുക പ്രശ്നം. ദൈവത്തിന് സ്തോത്രം. ജോലിയില്ലാത്തവരുണ്ട്, കടബാധ കൊണ്ട് വലയുന്നവരുണ്ട്, അനേക പ്രശ്നങ്ങൾ അതിലങ്ങ് വീണ് കിടക്കുകയാണ്. ദാവീദിൻ്റെ ഇടിഞ്ഞുപോയ കൂടാരം എന്ന് പറഞ്ഞ പോലെ അമർന്ന് കിടക്കുകയാണ്. അവിടെ ദൈവത്തെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കടബാധ്യ ഒറ്റ സെക്കൻഡ് കൂടെ തീരുമോ? തീരാ രോഗമാണെങ്കിൽ മാറുമോ? നമ്മുടെ ബുദ്ധിയിലൊന്നും മനസ്സിലാവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതവിടെ കിടക്കട്ടെ. ആ പ്രശ്നം നിൻ്റെ വിലാപ്പുറത്ത് മുള്ളായിട്ട് അവിടെ ഇരിക്കട്ടെ. കാണാൻ പറ്റുമോ അങ്ങനെ? എന്നിട്ട് എൻ്റെ യേശുവിനെ കാണാൻ പറ്റുമോ? പ്രതികൂലങ്ങളുടെ നടുവിൽ എൻ്റെ യേശുവിനെ കാണാൻ പറ്റുമോ? സ്തോത്രം. അവിടെയാണ് ആത്മീയനായിട്ട് മുന്നോട്ട് പോകുന്നത്. പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, ഭാരങ്ങളുണ്ട്, ആകുലങ്ങളുണ്ട്, ടെൻഷനുണ്ട്, മക്കളുടെ വിഷയമുണ്ട്, ഭർത്താവിൻ്റെ വിഷയമുണ്ട്, അനേക വിഷയങ്ങളുണ്ട്. ശരി, പക്ഷേ ഒരു തിരി വെളിച്ചം നിൻ്റെ മുമ്പിൽ വരും, ക്രിസ്തു. അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് എനിക്ക് നീ മതിയെന്ന് പറയാൻ പറ്റുമോ പ്രിയരെ? ലോകത്തിൻ്റെ തരത്തള്ളിൽ വീണു പോകാൻ നിങ്ങൾക്ക് പറ്റുമോ? സ്വാധീനമുണ്ട്, ശരിയാണ്. ഇതെല്ലാം ദൈനംദിന പ്രശ്നം, വേറെ ആരും സഹായിക്കത്തൊന്നുമില്ല. ദൈവം മുകളിൽ നിന്ന് കെട്ടിറക്കി താഴോട്ട് തരുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു വാക്കുകൊണ്ട് തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. അത് എങ്ങനെ ഓരോരുത്തർക്കും ആപ്ലിക്കബിൾ ആണെന്ന് എനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങൾ അവിടെ കിടക്കട്ടെ. പ്രശ്നത്തിന് മേൽ ചവിട്ടി ഇറങ്ങി വരുന്ന ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തിയാൽ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം കിട്ടുകയും ചെയ്യും. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ എന്തെല്ലാം ഉണ്ടായിരുന്നിട്ടും അതൊക്കെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഭാരപ്പെടാതെ ഞാൻ കൊടുത്ത മനുഷ്യനാണ്. ഞാനത് നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നം അവൻ കൈകാര്യം ചെയ്യുന്നത്. എത്രയെത്ര മലകൾ എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ വേറെ ദിവസത്തെ വാക്കെടുത്തെന്ന് പറയും, കർത്താവേ, ഞാൻ ധൃതി പിടിക്കില്ല, ഇന്ന സമയത്ത് ചെയ്യണമെന്ന് പറയത്തില്ല, പക്ഷെ മല മാറ്റാൻ നിനക്ക് കഴിയും. നിൻ്റെ സമയത്ത് നീ ആഗ്രഹിക്കുന്ന പോലെ നീ അത് മാറ്റണം. കാരണം ഞാൻ നിൻ്റെ പിന്നാലെ വരുന്നതാണ്. ജനം പറയല്ലേ, യേശുവിൻ്റെ പിന്നാലെ പോയിട്ട് അതേ കണ്ടോ, അവൻ അനുഭവിക്കുന്ന കണ്ടോ എന്ന് പറയാനിട വരുത്. ദൈവനാമം ദൂഷിക്കപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മല മാറ്റി തന്നവനാണ്. മല ഇനിയും ഉണ്ട്, അവൻ മാറ്റി തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഭാരപ്പെടല്ലേ, ആകുലപ്പെടല്ലേ, ടെൻഷൻ എടുക്കല്ലേ. പ്രശ്നം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ മാത്രമേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. പ്രശ്നമില്ലെന്നല്ല പറഞ്ഞ, പ്രശ്നം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. എന്നിട്ട് സമാധാനത്തോടെ, എൻ്റെ ദൈവമേ, ഈ പ്രശ്നത്തിന് നീ പരിഹാരകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രശ്നങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ആ ഭൂതഗ്രസ്തനെ നമുക്കറിയാമല്ലോ. ആ ഭൂതഗ്രസ്തനെ അവനെ ഭൂതം ബാധിച്ച് വന്നപ്പോൾ കർത്താവ് അവന് സൗഖ്യം കൊടുത്തു. കർത്താവ് സൗഖ്യം കൊടുത്തപ്പോൾ ആ ജനം വന്ന് കണ്ടു. അവൻ സുബോധത്തോടെ വസ്ത്രം ധരിച്ച് യേശുവിൻ്റെ കാൽപാദങ്ങളിൽ ഇരിക്കുന്നു. ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അവർ അത്ഭുതപ്പെട്ടു, ഭയപ്പെട്ടു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഈ ജനങ്ങളെല്ലാം ഓടിക്കൂടി വന്നിട്ട് ആ യേശുക്രിസ്തുവിൻ്റെ കാൽപാദങ്ങളിൽ വീണ് നന്ദി പറഞ്ഞോ? ഒരു പറഞ്ഞ വാക്ക് എന്നറിയാമോ? നീ അതിവേഗം സ്ഥലം വിടാനാണ് പറഞ്ഞത്. നീ ഇനി ഇവിടെ നിന്നാൽ ഞങ്ങൾക്ക് അധികം നഷ്ടം വരും. ലോകത്തിൽ അനേകം നഷ്ടം ഞങ്ങൾക്ക് അതുകൊണ്ട് നീ സ്ഥലം വിട്ട് പോയിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ലോകത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഭൂതം കയറുന്നതിൽ പിന്നെ അത്ഭുതപ്പെടാനുണ്ടോ? യേശു അവരുടെ ഗ്രാമത്തിലേക്ക് വന്നിട്ട് യേശുവിനെ മാനിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഭൂതം മാറി സുബോധത്തോടിരിക്കുന്ന ആ ഭൂതഗ്രസ്തനെ കണ്ടിട്ടും അവർക്ക് യേശുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അതൊന്നും അല്ല വിഷയം. ആത്മാവിൻ്റെ വീണ്ടെടുപ്പൊന്നും അല്ല വിഷയം. അവരുടെ പന്നി നഷ്ടപ്പെട്ടതിലാണ് അവർക്ക് സങ്കടം.
നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണേ, ലോകം എത്രമാത്രം എന്നെ സ്വാധീനിക്കുന്നുണ്ട്, ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നെ എത്രമാത്രം അലട്ടുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായ എന്തെങ്കിലും കാര്യമാണ്. സമാധാനത്തോടെ ജീവിച്ചാൽ പോരെ, ഉണ്മാനം കൊടുക്കാനുണ്ടെങ്കിൽ പോരെ. എന്നെ ദൈവത്തിന് സ്തോത്രം. തനിയനാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ കുടുക്കിലും ചെന്ന് ചാടും ദൈവം തന്നെ പറഞ്ഞിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇന്നും ആത്മാവിൻ്റെ ബന്ധനങ്ങൾ അഴിക്കുന്ന യേശുക്രിസ്തുവിനെ ആർക്കും വേണ്ട. എല്ലാവർക്കും സൗഖ്യം വേണം, എല്ലാവർക്കും സമാധാനം വേണം. പക്ഷേ ബന്ധനം അഴിക്കണമെന്ന് ആർക്കും താല്പര്യമില്ല. എന്തെല്ലാം ബന്ധനമാണുള്ളത്? മൂന്നാമത്തെ കാര്യമാണ് പരീശത്വം. ഈ പരീശന്മാർക്ക് യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ പരീശന്മാർ യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടേതായ ഒരു ആത്മീയമുണ്ട്. അവർ നാളുകളായി ഈ ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്, ജനത്തെ പഠിപ്പിക്കുന്നവരാണ്. ന്യായപ്രമാണത്തിൻ്റെ എല്ലാ കാര്യവും അവർക്കറിയാം. എനിക്ക് എൻ്റെ ആത്മീയതയെക്കുറിച്ച് തന്നെ നല്ല മതിപ്പാണ്. അതുകൊണ്ട് വേറെ ഉപദേശം എനിക്ക് വേണ്ട. യേശുവിനെ തച്ചൻ്റെ മകനായി കണ്ടു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായിട്ട് ഭൂമിയിലേക്ക് അയച്ചു. ആ ജനം അവനെ തച്ചൻ്റെ മകനായിട്ട് കണ്ടു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു വിട്ടു. ആ ജനം കണ്ടു ബെയേസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. യേശു എന്നെ പറഞ്ഞ് ദൈവം എൻ്റെ പിതാവാന്ന് പറഞ്ഞു. അതവർക്ക് ഒരിക്കലും വഹിക്കാൻ പറ്റില്ല. ദൈവദൂഷണം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. 2, അവൻ ശബത്തിനെ ലംഘിച്ചു. ശബത്തിന് സൗഖ്യമാക്കാൻ പറ്റില്ല. വരണ്ട കൈയുള്ള മനുഷ്യൻ സൗഖ്യം കൊടുത്തു. 38 ആണ്ട് രോഗം പിടിച്ച മനുഷ്യൻ സൗഖ്യം കൊടുത്തു. അതെല്ലാം ശബത്തിലാണ്. അവർക്കൊട്ടും വായിക്കാൻ പറ്റിയില്ല. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടെന്ന് ഞാനുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ അവർക്ക് സഹിക്കാൻ പറ്റും? ഞാൻ മൂലമല്ലാതെ ആരും പിതാവിൻ്റെ സ്ഥാനം ചെല്ലില്ല എന്ന് പറഞ്ഞു. എങ്ങനെ സഹിക്കും? ദൈവത്തിന് സ്തോത്രം. ആചാരാനുഷ്ഠാനങ്ങളൊന്നുമല്ല, ഹൃദയം മാറി പുതിയ സൃഷ്ടിയാകുന്നതാണ് പ്രധാനമെന്ന് യേശു പറഞ്ഞവർക്ക് ദഹിക്കാൻ പറ്റിയില്ല. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ പുതിയ സൃഷ്ടിയാകണം, നിങ്ങൾക്ക് ശിശു ഹൃദയം ഉണ്ടാകണം. അല്ലാതെ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ കടക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഈ ആളത്വത്തിലുള്ള ഈ പ്രകൃതം വെച്ചുകൊണ്ട് സ്വർഗ്ഗരാജ്യത്തിൽ നിങ്ങളെ ഇരുത്താൻ പറ്റില്ല. ഇതെല്ലാം നിങ്ങളുടെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന പാപശാപങ്ങളാണ്. ഈ ബന്ധനം ഇവിടെ വെച്ച് അഴിക്കണം. അഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഇതവർക്ക് ദഹിക്കാൻ പറ്റുമോ? ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച് ഇതാ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നു, യാഗം കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവർക്ക് അവരുടേതായ ഒരു ആത്മീയ വഴിയുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ കാണാതെ പോയ ഇസ്രായേൽ ഗൃഹത്തിലെ ആടുകളെ തേടിയാണ് വന്നതെന്ന്. അപ്പം ഞങ്ങൾ കാണാതെ പോയതാണോ? അവർ ചോദിക്കുക. ഇവൻ എന്ത് വിദ്യാഭ്യാസമുണ്ട്? ഇവന് പഠിപ്പ് വല്ലതും ഉണ്ടോ? ഇവൻ്റെ വീട് ഇവൻ തച്ചനല്ലേ? പ്രിയപ്പെട്ടവരെ, യേശുവിനെ താറടിച്ച് കാണിക്കുകയാണ്. ദൈവപുത്രൻ വന്നിട്ടും അവൻ്റെ പ്രവൃത്തിയിലേക്ക് നോക്കാതെ അവനെ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രം കണ്ടിട്ട് അവനെ തള്ളിക്കളഞ്ഞു. ഇതാണ് ആ പരീശത്വം കൊണ്ടുവരുന്നത്. ഇന്ന് അനേക പരീശന്മാരാണ്. വർഷങ്ങളായി കൂട്ടായ്മയിൽ വരുന്നവർക്ക് വരുന്നത് ഏറ്റവും വലിയ കുഴപ്പം അവിടെയാണ്. പല പാപങ്ങളും വിട്ടു, പല പ്രവൃത്തിയിലുള്ള പാപങ്ങളും വിട്ടു. പക്ഷെ ഹൃദയത്തിൽ പലതുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റും? ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടാൻ പറ്റില്ല, അത് വിനയപ്പെടാൻ പറ്റില്ല. അതിനോട് ചോദ്യം ചെയ്യും, ഇതാരെ കൊണ്ട് സാധിക്കും? ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കുക. സമ്പൂർണ്ണ ശുദ്ധീകരണം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ചെറുപ്പക്കാരനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ സൽഗുണസമ്പൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കറ പോലെയില്ല, ഒരു ഇരുട്ട് പോലുമില്ല, ഒരു അല്പം പോലും ഇവിടെ പിശാചിൻ്റെ യാതൊന്നുമില്ലാത്ത അതിപരിശുദ്ധമായ സ്ഥലത്ത് ഞാൻ ഇരിക്കണമെങ്കിൽ ആ സ്വഭാവം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. ആരിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്? ബന്ധനം അഴിയുന്നവരുടെ മേൽ. യേശുവിൻ്റെ രക്തത്താൽ പാപക്കറകൾ കഴുകുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. പരിശുദ്ധാത്മാവ് വന്ന് സ്ഥിരമായി മനുഷ്യ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് ശുദ്ധീകരണം കിട്ടുന്നത്, ബന്ധനം അഴിയുന്നത്, പിശാച് നമ്മളെ വിട്ട് ഓടുന്നത്. പരീശ മനോഭാവം വെച്ചുകൊണ്ട് ഒരു മനുഷ്യർക്കും യേശുവിനെ അംഗീകരിക്കാൻ പറ്റില്ല. യേശുവിൻ്റെ വഴിയെ പോകാൻ അവർക്ക് സാധിക്കില്ല. എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അവനവൻ്റെ പാപത്തിൽ അവനവൻ തന്നെ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും അതുണ്ടാകരുത്. അതെല്ലാം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതാണ്. യേശുവിനെ ക്രൂശിക്കാൻ പോലും വിട്ടുകൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം. പിന്നത്തെ ഒരു കാര്യമാണ് അസൂയ എന്ന് പറയുന്നൊരു കാര്യം. അവൻ മുന്തിരിത്തോട്ടത്തിലെ വേല ചെയ്യാൻ വേണ്ടി അനേകരെ വിളിച്ചു. വളരെ നേരത്തെ തന്നെ വിളിച്ചവരുണ്ട്, 12 മണി നേരത്ത് വിളിച്ചവരുണ്ട്, വൈകുന്നേരം വിളിച്ചവരുണ്ട്. എല്ലാവർക്കും ഒരേ കൂലി കൊടുത്തു. അപ്പോൾ ആദ്യം വന്നവർ വെറുവെറുത്തു. ഇത്രയും മണിക്കൂറിൽ കഠിനാധ്വാനം ചെയ്ത ഞങ്ങളെ അവസാനം വന്നവനായിട്ട് നീ എന്നെ ഇങ്ങനെ കമ്പയർ ചെയ്തത്? യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നല്ലവനായതുകൊണ്ട് നീ കണ്ണ് കടിക്കുന്നുവെന്ന്. നിനക്കുള്ളതുപോലെ ഞാൻ അവനും കൊടുക്കാൻ എനിക്ക് കഴിവില്ലേ? നീ എന്തിനാ നീ അസൂയപ്പെടുന്നത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അസൂയ ലോകം നിങ്ങളെ
പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ ലോകത്തിൽ തിരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ ഞാൻ തിരഞ്ഞെടുത്തു. ലോകത്തിൻ്റെ മാലിന്യങ്ങൾ ഒന്നും നിങ്ങളുടെ മേൽ ഇനി വരാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തി ഒരു വീട്ടിൽ തീരുമാനം എടുത്തെന്നിരിക്കട്ടെ. ഒരു വ്യക്തി വീട്ടിൽ തീരുമാനം എടുത്തു, ബാക്കിയുള്ളവർ അത്രയും തീരുമാനമൊന്നും എടുത്തില്ലെങ്കിൽ ഈ വ്യക്തി മുന്നോട്ട് ആത്മീയമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ബാക്കിയുള്ളവർക്ക് അസൂയ വരും. അവരും ആ തീരുമാനം എടുത്താൽ പോരെ. ഇതാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഇതാണ് പകയ്ക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. അവിടെ വേറെ ദിവസത്തെ പറഞ്ഞുകൊണ്ട് കുടുംബത്തിലുള്ള ഓരോരുത്തരും തന്നെ ഓരോ തീരുമാനം എടുത്തവനെ പകയ്ക്കും, അധികാരികളുടെ മുമ്പിൽ വിട്ടുകൊടുക്കും, കൊല്ലിക്ക് വരെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ഗൗരവമുള്ള കാര്യമാണ്. അസൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആത്മീയമായിട്ട് മുന്നോട്ട് വളരുന്നവരോട് നമുക്ക് സ്നേഹം വരില്ല. എനിക്കില്ല, അവനുണ്ടെന്നുള്ള ചിന്തയാണ് വരുന്നത്. അസൂയ വരുന്ന ദൈവം ഏറ്റവും ദുഃഖിക്കുന്ന ഒരു കാര്യമാണ്. നിനക്കും തീരുമാനം എടുക്കാൻ പാടില്ലേ? നിനക്കും പാപത്തോട് യാത്ര പറയാൻ പാടില്ലേ? നിനക്കും ദൈവസന്നിധിയിൽ കടന്നു വരാൻ പാടില്ലേ? നിനക്കും ആത്മാവിനെ നിറവ് പ്രാപിക്കാൻ പാടില്ലേ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകര് യേശുവിനെ പകയ്ക്കാൻ കാരണം യേശു കാതലായി നിന്നു, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിന്നു. അതുകൊണ്ട് അതിനെ ഫോളോ ചെയ്യാൻ പറ്റാതെ, അത് സ്വീകരിക്കാൻ പറ്റാത്തവരെല്ലാം യേശുവിനെ പകയ്ക്കാൻ തുടങ്ങി. ഒരു വീട്ടിൽ തന്നെ പലരും അങ്ങോട്ട് പകയ്ക്കും. തീരുമാനമുള്ളവരെ വേറൊരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഭർത്താവ് തീരുമാനം എടുത്തെന്നിരിക്കട്ടെ, ഭാര്യയ്ക്ക് അത്രയും തീരുമാനം ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യത്തോട് ചേർന്ന് പോകാൻ ഭാര്യയ്ക്ക് പറ്റില്ല. എപ്പോഴും ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അത് അസൂയാണ്. ആ വൃക്ഷത്തെ ഫലം കൊണ്ട് അറിയാൻ പാടില്ലേ? ദൈവത്തിന് സ്തോത്രം. കുറവുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവർക്കും കാണും. പക്ഷെ കുറവുകളും കുറ്റങ്ങളെയും ഗൗരവമായി കണ്ടെത്തിക്കൊണ്ട് അതിനോട് യാത്ര പറയാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഈ കുറവ് എന്നും അവിടെ തന്നെ കിടക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു നിസ്സാരമായ ജീവിതമാണ് നമുക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. അവസാനം കർത്താവ് പറഞ്ഞ്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അധർമ്മം, പാപം നിൽക്കുന്നു, ലോകത്തിൻ്റെ സ്വാധീനം അത് നിൽക്കുന്നതുകൊണ്ട് എന്തു പറ്റും? നമ്മളിലേക്ക് ദൈവസ്നേഹം വ്യാപരിക്കാൻ സാധിക്കാതെ വരും. അതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എല്ലാവരും പകയ്ക്കുന്നതിൻ്റെ കാരണം, ഈ രക്തസാക്ഷികളാകുന്നതിൻ്റെ കാരണം തന്നെ അവർ വല്ല പാപം ചെയ്തിട്ടാണോ? അവരെ മറ്റുള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ആ കാഴ്ചപ്പാട്, അവർ ലോകത്തെ വിട്ട കാര്യങ്ങൾ, ജഡബന്ധങ്ങൾ വിടുന്ന കാര്യങ്ങൾ, യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തോടെ പകയ്ക്കുന്നു, ദൈവ മക്കളെ പകയ്ക്കുന്നു. സത്യത്തിന് വേണ്ടി നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം വിട്ടുപിരിയുന്ന ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. അതൊരു സുഖമാണ്, സന്തോഷമാണ്. യേശുവിന് വേണ്ടി വിടുക, യേശുവിനെ കാണാൻ വേണ്ടി വിടുക, യേശുവിന് വേണ്ടി ത്യജിക്കുക, യേശുവിന് വേണ്ടി സ്വയം ഇതാ ഗോതമ്പണി പോലെ നിലത്ത് വീണ് ചാകുക. ഇത് വലിയൊരു പ്രമോദമാണ്, സന്തോഷമാണ്. വലിയ നിധിക്ക് വേണ്ടിയാണ് ഇതൊക്കെ വിടുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വലിയ നിധിക്ക് വേണ്ടി എല്ലാം വിറ്റ മനുഷ്യനെ പോലെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവസന്നിധി നിങ്ങൾ താണിരിക്കുക, ആ മർമ്മം മനസ്സിലാക്കാൻ കാത്തിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടാൻ ഇടവട്ടെ. ദൈവത്തിന് സ്തോത്രം.